ഹലോ ഗൈസ്, സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം കുറച്ച് നേരം ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും അല്ലേ? യെസ്. അപ്പോൾ നമ്മളിന്നൊരു 24 hours നോ സ്പീക്കിംഗ് ചലഞ്ച് അല്ല ഗൈസ്, 24 hours അല്ല, ഇന്ന് രാത്രി വരെ. 24 hours എന്ന് കൊടുത്തിരുന്നാലേ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടിട്ടാണ് ഞാൻ 24 hours എന്ന് തംബ്നെയിലിൽ കൊടുത്തത്. സോറി. ഞാൻ ഇന്ന് രാത്രി വരെ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം മുമ്പ് തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, ലൈക്ക് അടുത്ത ക്ലിപ്പിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നുണ്ടായ ഒരു തോട്ടാണ് 24 hours നോൺ സ്പീക്കിംഗ് അല്ല, നോ സ്പീക്കിംഗ് ചലഞ്ച് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് എനിക്ക് നോ സ്പീക്കിംഗ് ചലഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ബുദ്ധി ഉദിച്ചത്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ദാണ്ട ഫ്രഷൊക്കെ ആയിട്ടിരിക്കുകയാണ്, ഫുഡെല്ലാം കഴിച്ച്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കില്ല. ഓക്കെ, സംസാരിക്കില്ല എന്ന് വെച്ചാൽ സംസാരിക്കില്ല, പ്രോമിസ്. അത്രയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇതാ ഇവിടെ കൂടെ ഇങ്ങനെ ഒരു നമ്പർ ഇപ്പോൾ പോവും, അതിൽ നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. ഓക്കെ, ഇന്ന് രാത്രി വരെ. ഓക്കെ, ഇന്ന് രാത്രി വരെ. എനിക്കാണെങ്കിൽ സംസാരിക്കാതിരിക്കാനേ പറ്റാത്തൊരു കൊച്ചാണ്, എപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അപ്പോൾ ഇന്ന് രാത്രി വരെ തന്നെ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്, മനസ്സിലായ? അപ്പം ഞാൻ ഇന്ന് സംസാരിക്കില്ല. ഞാൻ മമ്മിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചൻ്റെ അടുത്തും പപ്പയുടെ അടുത്തും ഒക്കെ. പപ്പയ്ക്ക് ഇന്ന് പോകണ്ട, ലീവാണ്. അപ്പം പപ്പയൊക്കെ ഉണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇന്ന് സംസാരിക്കില്ല. ഇന്ന് ഫുള്ള് ഞാൻ ഒന്നും മിണ്ടില്ല, ആരുടെ അടുത്തും ഒന്നും സംസാരിക്കില്ല. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ടെക്സ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഇടയ്ക്ക് അവർ വിളിക്കുമ്പം അവർ കണ്ടുപിടിക്കില്ലെന്ന് അറിയാമല്ലോ ഞാൻ സംസാരിക്കാതിരിക്കണത്. ഓക്കെ, അപ്പോൾ ഇപ്പം സമയം 11:30 ആയി കാണും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 11:15 ആയി. അപ്പോൾ ഇപ്പം 11:30 ആയി കാണും. അപ്പോൾ ഇന്ന് രാത്രി വരെ ഇന്ന് രാത്രി പറയുമ്പോൾ ഇന്ന് ഞാൻ കിടന്നുറങ്ങും. അപ്പം നാളെ രാവിലെ. ഓക്കെ, നാളെ രാവിലെ വരെ ഞാൻ ആരടുത്ത് സംസാരിക്കില്ല. ഓക്കെ, പ്രോമിസ്. ഇതെൻ്റെ പ്രോമിസാണ്. സംസാരിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുട്ടി ബോറായിരിക്കും കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്യുമായിരിക്കും. ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോലെയും കൂടെ കാണിച്ചു തരാം. അല്ലാതെ എന്ത് ചലഞ്ചല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുതായിട്ടൊരു ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ പോയി അപ്പച്ചൻ്റെ അടുത്തും പപ്പയുടെ അടുത്തും പറഞ്ഞിട്ട് വരാം എൻ്റെ അടുത്ത് സംസാരിക്കരുതെന്ന്. ഓക്കെ, അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ അറിയാതെ സംസാരിച്ച് പോകും. അല്ലെങ്കിൽ എന്നെ കിടന്ന് ഇങ്ങനെ വിളിക്കും. ഞാൻ കേൾക്കണത് വരെ ചിന്നു 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 നടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പോയി പറഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പോവാം. കമോൺ. എന്നോട് നോക്ക്, എൻ്റെ അടുത്തൊന്നും സംസാരിക്കരുത് കേട്ടോ. ഞാൻ ഇന്ന് 24 hours നോൺ സ്പീക്കിംഗ് ചലഞ്ചാണ്. തുടങ്ങിയില്ല, ഞാൻ പറയാൻ വന്നത് കേട്ടാ. ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ കേട്ടാ. ഇത് ഇങ്ങനെ ഇരിക്കണത്. എൻ്റെ അടുത്തൊന്നും സംസാരിക്കല്ലേ. ഞാൻ തുടങ്ങണതിന് മുമ്പ് ഞാൻ പറയാൻ വന്നത് കേട്ടാ. സംസാരിക്കല്ലേ, എന്നെ വിളിക്കണം. അപ്പം ഞാൻ ഇങ്ങ് വരും. ഞാൻ തിരിച്ച് സംസാരിക്കില്ല, ഞാൻ ഇങ്ങ് വരും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. സെറ്റ്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം സമയം ഇപ്പം അയ്യോ 11:23 ആയതേ ഉള്ളൂ കേട്ടാ. ഓക്കെ, 11:23 ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നാളെ രാവിലെ വരെ ഞാൻ സംസാരിക്കില്ല. അപ്പോൾ ഓക്കെ.
ഇപ്പഴല്ലേ നീ സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ട് വരട്ടെ, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല ഗൈസ്. എത്ര മണിയായി? 2 മണിയാവായി. 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. 10 മിനിറ്റ് വല്ല സംസാരിക്കാതിരിക്കണം. ഞാനാണ് 24 മണിക്കൂർ സംസാരിക്കാതിരിക്കണം. അപ്പച്ചേ ഞാൻ സംസാരിച്ചു. മമ്മി അവിടെ ഇരുന്ന് ചിരിക്കണം. എന്താ പറയാനാണ് വിളിച്ചത്? പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ ഗൈസ്, ഞാൻ സംസാരിച്ച്. എന്നെ കൊണ്ടിത് നടക്കൂല. കഴിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കും. കേൾക്കാമോ എന്തോ? കഴിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ കഴിക്കാതിരിക്കും. പക്ഷേ സംസാരിക്കാതിരിക്കണത് എന്നെ കൊണ്ട് ഒട്ടും നടക്കാത്ത കാര്യമാണ്. ഞാൻ കുറേ ട്രൈ ചെയ്തു. 1 മണിക്കൂർ 2 മണിക്കൂർ വരെ സംസാരിക്കാതിരിക്കാൻ നോക്കി. ഇപ്പം സമയം 1:56, 2 മണി. 11:15 തുടങ്ങിയതാണ്. എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ, ഞാൻ ഓൾറെഡി ഇടയ്ക്കൊരിക്കൽ സംസാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വട്ടമല്ലേ സംസാരിച്ചത്, അബദ്ധം പറ്റിയത് അറിയാതെ അല്ലേ, കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ മുകളിൽ മമ്മിയുടെ അടുത്ത് പോയപ്പോഴ് സംസാരിച്ച്. എന്നെ കൊണ്ട് പറ്റില്ല. പറ്റണ വല്ല ചലഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ ഇത്രയും ഷൂട്ട് ചെയ്തല്ലേ, ഇതിനെന്തുമായാലും എഡിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് അങ്ങ് ഇടാം. ഓക്കെ, അപ്പം എന്നെ കൊണ്ട് പറ്റണ ചലഞ്ചസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബിലോ. ഞാൻ ചെയ്യാം, സംസാരിക്കണത് ഒഴിച്ച് ബാക്കി എന്ത് വേണോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഉടനെ വരും. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.